ഹായ് എവ്രി വൺ. ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആർ ദ പാറ്റേൺ ഓഫ് ബിഹേവിയർ വിച്ച് ലീഡർ അഡോപ്റ്റ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് ഹിസ് ഫോളോവേഴ്സ്. ലീഡർക്ക് എന്തുണ്ടായിരിക്കും? ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഓഫ് ബിഹേവിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. Various styles of leadership are adopted by different leaders. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഓർഗനൈസേഷനിലും ഓരോ ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും അഡോപ്റ്റ് ചെയ്യുക. ഇന്ന ഒരു പ്രത്യേക ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്നൊന്നും എവിടെയും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ പ്രധാനമായിട്ടും 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണുള്ളത്. ഒന്നാമത്തത് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്, 2 ഫ്രീ റെയിൻ സ്റ്റൈല്, 3 പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല്, 4 പാറ്റേണലിസ്റ്റിക് സ്റ്റൈല്, ലാസ്റ്റ് 1 കരിസ്മാറ്റിക് ലീഡർഷിപ്പ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്. Autocratic style is also known as autocratic leader, directive leader, monothetic style. Autocratic style of leadershipsine പറയുന്ന മറ്റു പേരാണ് ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നുണ്ട്, ഡയറക്റ്റീവ് ലീഡർ എന്ന് പറയുന്നുണ്ട്, മൊണോതെറ്റിക് സ്റ്റൈൽ. 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനെ പറയുന്ന മറ്റു പേരുകളാണ്. He takes all decisions himself without consulting the subordinates. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൽ പറയുന്നത് എന്താ? ആ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ആ ഒരു ലീഡർ, ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലുള്ള ലീഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എല്ലാ ഡിസിഷൻസും അയാളെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിസിഷൻസും എടുക്കുക ആരായിരിക്കും? ആ ഒരു ലീഡറായിരിക്കും. വിത്തൗട്ട് കൺസൾട്ടിങ് ദ സബോർഡിനേറ്റ്സ്, അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യാതെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നതും ആരായിരിക്കും? ആ ഒരു ലീഡറായിരിക്കും. സബോർഡിനേറ്റ്സിൻ്റെ ഒപ്പീനിയനോ അല്ലെങ്കിൽ അവരുടെ സജഷൻസോ ഒന്നും നോക്കാതെ, ഒന്നും കൺസിഡർ ചെയ്യാതെ, അവരോട് ഇങ്ങനെ ഒരു ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എന്ന് പോലും പറയാതെ, അവരെ കൺസൾട്ട് ചെയ്യാതെ ആയിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുക? ഡിസിഷൻസ് എടുക്കുക. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൽ ഹീ സെൻട്രലൈസ്ഡ് പവർ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൽ അദ്ദേഹത്തിനായിരിക്കും ലീഡർക്കായിരിക്കും സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവറും അദ്ദേഹത്തിനായിരിക്കും ഉണ്ടായിരിക്കുക. ദർ ആർ 3 കാറ്റഗറീസ് ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സിനെ വീണ്ടും നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് ഓർ ഹാർഡ് ബോയിൽഡ് ഓട്ടോക്രാറ്റ്, 2 ബെനുവലൻറ്റ് ഓട്ടോക്രാറ്റ്, 3 മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് ഓർ ഹാർഡ് ബോയിൽഡ് ഓട്ടോക്രാറ്റ്. ഇതിൽ ഈ ഒരു സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിൽ അല്ലെങ്കിൽ പറയുന്ന സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഹാർഡ് ബോയിൽഡ് ഓട്ടോക്രാറ്റ്. അതിൽ ആ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ സ്ട്രിക്റ്റ് എന്നുള്ള വേർഡ് തന്നെ മനസ്സിലാക്കാം. എന്തായിരിക്കും? സ്ട്രിക്റ്റ് സെൻസിലായിരിക്കും ലീഡർ അവിടെ ഫോളോ ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ആയിരിക്കും. എന്താ? ഒരു സ്ട്രിക്റ്റ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ആയിരിക്കും ഈ ഒരു സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിൽ ലീഡർ ഫോളോ ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസ് സബോർഡിനേറ്റ് ത്രൂ നെഗറ്റീവ് മോട്ടിവേഷന്. അദ്ദേഹം സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഓഫ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത്? ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പിൽ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലെ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിൽ എങ്ങനെയാണ് ലീഡർ സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നെഗറ്റീവ് മോട്ടിവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അദ്ദേഹം സബോർഡിനേറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇമ്പോസിങ് പെനാൽറ്റി, അതായത് ഓരോന്ന് പറഞ്ഞ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്തു? ഒരു വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്തത് എന്തായില്ല? നന്നായില്ല. അതായത് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്ത്? നമ്മൾ പറഞ്ഞ് അങ്ങനെയല്ല ചെയ്യൽ, ഇങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അയാൾക്ക് പെനാൽറ്റിയും ഫൈനും ഒക്കെ ഈടാക്കിക്കൊണ്ട് പണിഷ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഒരു വർക്ക് നല്ല രീതിയിൽ വീണ്ടും ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഇത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിൽ. അതിൽ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ്, ഹാർഡ് ബോയിൽഡ് ഓട്ടോക്രാറ്റ്, അയാളുടെ എന്തായിരിക്കും?
ഫോളോവേഴ്സിനെ അയാൾ ഫോളോ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റൈലായിരിക്കും ഈ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിൽ ഫോളോ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേതാണ് ബെനുവലൻ്റ് ഓട്ടോക്രാറ്റ്. ബെനുവലൻ്റ് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹിസ് മോട്ടിവേഷൻ സ്റ്റൈൽ ഈസ് പോസിറ്റീവ്. നമ്മുടെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ പോലെ തന്നെ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിൽ പോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ആരുടെ അടുത്തായിരിക്കും? ലീഡറുടെ അടുത്തായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. മറ്റേതിൽ മോട്ടിവേഷൻ സ്റ്റൈൽ എങ്ങനെയെന്ന് നെഗറ്റീവ് മോട്ടിവേഷൻ സ്റ്റൈൽ, ഫൈൻ കൊടുക്കുക അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുക, പെനാൽറ്റി കൊടുക്കുക, ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നത്. ബെനവലൻ്റ് ഓട്ടോക്രാറ്റിൽ അദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിരിക്കും, ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അവർക്ക് വേണ്ട ബെനിഫിറ്റും നല്ല വർക്കിംഗ് കണ്ടീഷൻസും പിന്നെ അവർക്ക് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടോ അവരെ ഒക്കെ ഡിസിഷൻസൊക്കെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് അവർ ഡിസിഷൻസ് ഒന്നും എടുക്കാതെ പക്ഷേ അത് കൺസിഡറൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുക ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പര്യാപ്തരാക്കുക. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് രീതിയിലായിരിക്കും മോട്ടിവേഷൻ കൊടുക്കുന്നത്. അല്ലാതെ പണിഷ്മെൻറ്റോ പെനാൽറ്റിയോ ഒക്കെ ഇമ്പോസ് ചെയ്തുകൊണ്ടായിരിക്കില്ല എന്ത് ചെയ്യുന്നത് മോട്ടിവേഷൻ കൊടുക്കുന്നത്. പോസിറ്റീവ് രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മോട്ടിവേഷൻ കൊടുക്കുന്നത് ബെനവലൻ്റ് ഓട്ടോക്രാറ്റിക്. ഇനി മൂന്നാമത്തത് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റിക്. മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ he creates the feelings in the mind of his subordinates and work that they are participating in decision making. അതായത് എന്ത് ചെയ്യുന്നത്? ഒരു അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫീലിങ്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അയാൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സബോർഡിനേറ്റ്സിനോട് ഡിസിഷൻസ് എടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസും കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരും കൂടെ ഡിസിഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് അവരിൽ തോന്നിപ്പിക്കുക. സത്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഡിസിഷൻസ് ഒന്നും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലീഡർ എടുക്കുന്നില്ല. പക്ഷേ അവരോട് പറയാം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് അവരോടും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യുക. അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അവർക്ക് തോന്നും ഞങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജോബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? അങ്ങനെ അവരെ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. നെക്സ്റ്റ് വരുന്നൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫ്രീ റെയിൻ ഓർ ദ ലേസസ് ഫെയർ ലീഡർഷിപ്പ്. എന്താ നോക്കാം. ഗീവ് കംപ്ലീറ്റ് ഫ്രീഡം ടു സബോർഡിനേറ്റ്സ്. മറ്റേ ഓട്ടോക്രാറ്റിക്കിൽ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവറാണ് ലീഡർക്ക് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവറാണുള്ളത്. പക്ഷേ ഫ്രീ റെയിൻ ഓർ ദ ലേസസ് ഫെയർ ലീഡർഷിപ്പിൽ ഗീവ് കംപ്ലീറ്റ് ഫ്രീഡം ടു സബോർഡിനേറ്റ്സ്. ആർക്കാണ് ഫ്രീഡം കൊടുക്കുന്നത്? കംപ്ലീറ്റ് ഫ്രീഡം, ഫുൾ ഫ്രീഡം ആർക്കാണ് കൊടുക്കുന്നത്? സബോർഡിനേറ്റ്സിനാണ് കൊടുക്കുന്നത്. അവരായിരിക്കും എന്ത് ചെയ്യുക? ഡിസിഷൻസ് എടുക്കുക. അവരായിരിക്കും തീരുമാനിക്കുക എങ്ങനെ ജോബ് ചെയ്യണം, എത്ര പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? സബോർഡിനേറ്റ്സ് ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് നോ ലീഡർഷിപ്പ് അറ്റ് ഓൾ. ഇതെന്താ പറയുന്നത്? നോ ലീഡർഷിപ്പ് അറ്റ് ഓൾ എന്നും കൂടി പറയുന്നുണ്ട്. കാരണം എന്താ? ഫ്രീ റെയിൻ, കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് സബോർഡിനേറ്റ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല? അവിടെ ഒരു ലീഡറുടെ ആവശ്യമില്ല. അവരെ ഫോളോ ചെയ്യേണ്ട, ലീഡർ അവരെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫുൾ ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് നോ ലീഡർഷിപ്പ് അറ്റ് ഓൾ. This style is effective when members are highly committed. ഈ ഒരു ഫ്രീ റെയിൻ ഓർ ദ ലേസസ് ഫെയർ ലീഡർഷിപ്പ് എഫക്റ്റീവ് ആവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് എന്തായിരിക്കും? ഹൈലി കമ്മിറ്റഡ്. അതായത് ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, എഫക്റ്റീവ് ആവുള്ളൂ. കാരണം അവർക്ക് ചെയ്യാനുള്ള കപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുക? ആ ഒരു ലീഡർക്ക് തോന്നിയാൽ മാത്രമേ ഈ ഒരു ലീഡർഷിപ്പ് അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. ലീഡർഷിപ്പിൽ എന്താ? കംപ്ലീറ്റ് ഫ്രീഡം അവർക്ക് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്.
പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്, ആ വേർഡിൽ തന്നെ മനസ്സിലാക്കാം എന്തുണ്ടായിരിക്കും, സബോർഡിനേറ്റിനൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് ഇത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ഡിസിഷൻ മേക്കിംഗ് ത്രൂ ഡിസ്കഷൻസ്. ഡിസിഷൻ മേക്കിംഗ് എടുക്കൽ എങ്ങനെ, ഒരാൾ ലീഡർ മാത്രം അയാൾക്ക് തോന്നിയ പോലെയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുക, മറ്റുള്ള സബോർഡിനേറ്റ്സിനും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് നോക്കി, അല്ലെങ്കിൽ അവരുടെ സജഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. പാർട്ടിസിപ്പേറ്റീവിൽ 3 തരത്തിലുണ്ട്. കൺസൾട്ടേറ്റീവ്, കോസെൻസുവൽ, ഡെമോക്രാറ്റിക്. കൺസൾട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ സോളിസിസ്റ്റ് ഒപ്പീനിയൻ ഫ്രം ഗ്രൂപ്പ് ബിഫോർ ഡിസിഷൻസ്. അതായത് അദ്ദേഹം ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പേ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അയാളുടെ സബോർഡിനേറ്റ്സിൻ്റെ ഒപ്പീനിയൻസ് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ അവരുടെ ഒപ്പീനിയൻസും കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് കോസെൻസുവൽ എന്ന് പറഞ്ഞാൽ ഡെലഗേറ്റ് മോർ ദ അതോറിറ്റി ടു ഗ്രൂപ്പ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, അതോറിറ്റി. ആ ഒരു അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡെലഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെൻസുവൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ മോർ അതോറിറ്റി ഗ്രൂപ്പിന് ഡെലഗേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പിൽ ഡെലഗേറ്റ് ഫുൾ അതോറിറ്റി ടു സബോർഡിനേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ അതോറിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കോൺസെൻഷ്യലിൽ എന്താ പറയുന്നത്, മോർ അതോറിറ്റി, ഫുൾ അതോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ പോലും കൂടുതലായിട്ടുള്ള അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡെമോക്രാറ്റിക്കിലാണെങ്കിൽ ഫുൾ അതോറിറ്റിയും സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ്. എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ഈസ് ദ സെയിം ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് ഹിസ് ഫാമിലി. ഈ ഒരു ലീഡറും സബോർഡിനേറ്റ്സും അല്ലെങ്കിൽ ലീഡറും ഗ്രൂപ്പും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലെ അച്ഛനും ഫാദറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും തമ്മിലുള്ള ഒരു റിലേഷൻ. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛൻ, മക്കൾ, ഈ ഒരു റിലേഷന് അതെങ്ങനെയാണോ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാറ്റേണിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലുള്ള ലീഡറുടെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെയും സബോർഡിനേറ്റ്സിൻ്റെയും ഒരു റിലേഷൻഷിപ്പ്. ദ ലീഡർ ഗൈഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ഈസ് സബോർഡിനേറ്റ്സ്. നമ്മുടെ ഫാമിലിയുടെ നമ്മളെ അച്ഛൻ എന്താ ചെയ്യുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ ഗൈഡ് ചെയ്യും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ പാറ്റേണിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലീഡർ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അവരെന്തെങ്കിലും നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീഡർ പ്രൊവൈഡ്സ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. ലീഡർ നല്ല ജോബ് ചെയ്യാനുള്ള നല്ല ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസും ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അത് ഏത് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിലാണ്, പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ആണ് എന്ത് ചെയ്യുന്നത്, ലീഡർ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ സബോർഡിനേറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസും ഫ്രിഞ്ച് ബെനിഫിറ്റ്സും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ്. കരിസ്മാറ്റിക് ലീഡർ കമാൻഡ്സ് not by the virtue of formal position but the virtue of charismatic personality. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് കമാൻഡ്സ് അതോറിറ്റിയാണ്. എ കരിസ്മാറ്റിക് ലീഡർ കമാൻഡ്സ് അതോറിറ്റി നോട്ട് ബൈ ദ വിർച്യൂ ഓഫ് ഫോർമൽ പൊസിഷൻ ബട്ട് ബൈ ദ വിർച്യൂ ഓഫ് ദ കരിസ്മാറ്റിക് ലീഡർഷിപ്പ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, അതായത് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ അതോറിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ്,
ഫോർമൽ പൊസിഷൻ്റെ ബേസിലല്ല എന്ത് ചെയ്യുന്നത് അതോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ലെവലിൽ എടുക്കുന്നതിന് ഇത്രയും കൊടുക്കുക, അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ എടുക്കുന്നവർക്ക് ഇത്ര അതോറിറ്റി കൊടുക്കുക, അങ്ങനെയല്ല എന്ത് ചെയ്യുന്നത് അതോറിറ്റി കമാൻഡ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിലാണ്? വിർച്യു ഓഫ് ദ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. ചില വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കും, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉണ്ടായിരിക്കും, അവർക്ക് ചില എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നത് അതോറിറ്റി കമാൻഡ് ചെയ്യുന്നത്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി കപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ത് അതോറിറ്റി കമാൻഡ് ചെയ്യാം. ആ ഒരു ഫോർമൽ പൊസിഷൻ്റെ ബേസിലല്ല എന്ത് ചെയ്യുന്നത് അതോറിറ്റി കൊടുക്കുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ദ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത് ലീഡർഷിപ്പിൽ അതോറിറ്റി കമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ലീഡർഷിപ്പ് സ്റ്റൈലാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈല്. അതിൽ ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു ലീഡർക്കായിരിക്കും എന്ത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള എല്ലാ പവറും അയാളായിരിക്കും എടുക്കുക. അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാളെ സബോർഡിനേറ്റ്സിനെ കൺസിഡർ ചെയ്യാതെ ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക. അതിൽ ഓട്ടോക്രാറ്റിൽ 3 സ്ട്രിക്റ്റ്, ബെനവലൻറ്റ്, മാനിപ്പുലേറ്റീവ്. നെക്സ്റ്റ് ഫ്രീ റെയിൻ ഓർ ലേസസ് ഫെയർ ലീഡർഷിപ്പ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ്സിന് ഡിസിഷൻസ് എടുക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ആര് കൊടുക്കുന്നുണ്ട്, ലീഡർ കൊടുക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സബോർഡിനേറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആര് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ്. പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എങ്ങനെയാണോ അതേപോലെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഈ ഒരു പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡറും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും. ലീഡറിന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ സബോർഡിനേറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ അതോറിറ്റി കമാൻഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഓൺ ദി ബേസിസ് ഓഫ് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റീൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്, ലീഡർഷിപ്പ് ഓരോ വ്യക്തിക്കും ലീഡർഷിപ്പ് അല്ല അതോറിറ്റി ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യുന്നത് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ പഠിച്ചു. ഓട്ടോക്രാറ്റിക്, ഫ്രീ റെയിൻ, പാർട്ടിസിപ്പേറ്റീവ്, പാറ്റേണലിസ്റ്റിക്, കരിസ്മാറ്റിക്. ഓക്കെ, താങ്ക് യു.